ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു വെറൈറ്റി സംഭവമാണ് പറയാൻ പോകുന്നത്. വെറൈറ്റി നല്ല, ഞാൻ എൻ്റെ ചാനലിൽ അധികം ഞാൻ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെയാണ് ഇടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന നമ്മൾ ട്രാവലിംഗ് വീഡിയോ, പിന്നെ ഷോർട്ട് വീഡിയോ ഇതൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 ദിവസമല്ല, ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്. അപ്പോഴാകെ എനിക്ക് അങ്ങ് എന്ത് പറയാം, എന്തോ ഒരു വല്ലാത്തൊരു അബദ്ധം പറ്റിയിട്ടിരിക്കുമ്പോഴായിപ്പോയി എൻ്റെ ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ യൂട്യൂബർമാർ ആയാലും പിന്നെ വലിയ ചാനലിലെ ചെറിയ കുഞ്ഞു ചാനലുകൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ വീഡിയോയുടെ നോട്ടി ഒന്നും ആർക്കും പോകുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ലൈവ് ഇട്ടാലും പോകുന്നില്ല, ഷോർട്ട് ഇട്ടാലും നോട്ടി പോകുന്നില്ല. ഏത് ലൈവിൽ പോയാലും നമ്മൾ യൂട്യൂബിൽ ആരുടെ ലൈവിൽ പോയാലും എവിടെ പോയാലും എല്ലാ ചാനലുകാർക്കുള്ള പരാതിയാണ്, നോട്ടി പോകുന്നില്ലേ എന്നുള്ള പരാതിയാണ്. അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ വീഡിയോയുടെ ഒന്നും നോട്ടി അങ്ങനെയൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ ചില ആൾക്കാർ വീഡിയോ ഇടുന്നത് എന്തെന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് വെച്ചാൽ നമ്മളൊരു കുറേ വീഡിയോ ഒരു ദിവസം നമ്മൾ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ പിന്നെയും ഉള്ള ഷോർട്ട് മാത്രം ഇടാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ 5 ഷോർട്സ് വീഡിയോ വരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഒരു 1K ഒക്കെ ആയിട്ട് അവിടെ സ്റ്റോപ്പാകും. പിന്നെ ചിലതിനൊന്നും വ്യൂസ് ഇല്ല, വളരെ കുറവായിരുന്നു. അതുപോലെ ലോങ് വീഡിയോ ഞാൻ ഇട്ട് നോക്കി, അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ചില സമയത്ത് ഞാൻ വിചാരിച്ചു മതി, യൂട്യൂബ് അങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചു, ചാനൽ വേണ്ടാന്നൊക്കെ വിചാരിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ചാനലൊക്കെ ഡിലീറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ ഞാൻ പിന്നെ എല്ലാവരും ചെയ്യുമ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും തോറും പല ഇതാക്കണം. ചിലവർ പറയുന്നു വീഡിയോ കുറച്ചിട്ടാൽ മതി, ചിലവർ പറഞ്ഞു വീഡിയോ കുറേ ഇടണം, ചിലവർ പറഞ്ഞു 2 ദിവസം ഇടവിട്ടിടണം, ചിലവർ പറയുന്നു 3 ദിവസം ഇടവിട്ട് ഇടണം, ചിലവർ പറയുന്നു നമ്മൾ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ ലൈവ് ഇടുന്നതിൻ്റെ ഇത് സമയം കണക്കാക്കണം. ഇന്ന സമയത്തിട്ട് കഴിഞ്ഞാൽ നാളെ അതേ സമയത്തിടണം, ഇല്ലെങ്കിൽ ഇന്നിട്ട് നാളെ ഒരു ഇടയിലെ ദിവസം നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഇടവിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അത് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ ഈ സെർച്ച് ചെയ്ത് വീഡിയോ ഒക്കെ നോക്കും, തലയ്ക്കാകെ പ്രാന്തൊടിച്ച് അങ്ങനെ ആയിരുന്നു. പക്ഷേ പിന്നെയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ യൂട്യൂബിൽ ഒരു 10 വീഡിയോ അല്ലെങ്കിൽ 20 വീഡിയോ എത്ര വീഡിയോ വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ അപ്ലോഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ 3 ഇനി ലൈവ് ആയാലും ഷോർട്ടായാലും ലോങ് വീഡിയോ ആയാലും 3 വീഡിയോയുടെ നോട്ടി മാത്രമേ യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയ അറിവിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് നല്ലതായി തോന്നിയതാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കിട്ടിയൊരു അറിവ്. കാരണം അത് സത്യമാണ്. ഈ ലൈവ് ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ലൈവ് ചില സമയത്ത് വ്യൂസ് കുറയുമ്പോൾ ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ലൈവ് ഇടും. പക്ഷേ ആർക്കും നോട്ടി കിട്ടുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയും നമുക്ക് ലൈവിൻ്റെ നോട്ട് വരുന്നില്ല, വീഡിയോയുടെ നോട്ട് വരുന്നില്ല എന്നൊക്കെ. പിന്നെ ചില സമയത്ത് ഞാൻ ലൈവ് ഇടാൻ പറ്റാത്ത സമയത്ത് അപ്പോൾ അങ്ങനെയാണ് സംഭവം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ദിവസം 3 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ 3 വീഡിയോയുടെ നോട്ടി മാത്രമാണ് യൂട്യൂബ് നമ്മളെ ആൾക്കാരിലേക്ക് എത്തിക്കുകയുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്നതൊക്കെ അപ്ലോഡ് ആവും, പക്ഷേ നോട്ടിഫിക്കേഷൻ ആരിലും എത്തില്ല. അങ്ങനെ ഞാൻ ലൈവ് ഇട്ട് വേറെ ആൾക്കാർ ലൈവിലേക്ക് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ലൈവ് ചെയ്ത് കാണുമ്പോഴാണ് എൻ്റെ മുമ്പൊക്കെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ലൈവിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞ് നോട്ട് വരുന്നില്ല എന്ന്. അപ്പോൾ സംഭവം ഇതാണ്. അപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ലൈവ് ഞാൻ കട്ട് ചെയ്ത് ചിലപ്പോൾ 1 മണിക്കൂർ ഇടും, ചിലപ്പോൾ 10 മിനിറ്റ് ഇടും, എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് രണ്ടാമതിടും. അപ്പോൾ പക്ഷേ ആ നോട്ടിയൊന്നും പോവില്ല. പിന്നെ ഏതെങ്കിലും ഇങ്ങനെ 1, 2, 3, 4, 10 എന്ന് പറഞ്ഞ പോലെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നല്ലാണ്ട് നമ്മൾ സാധാരണ നമുക്ക് വരുന്ന ഒരു നോട്ടിക്ക് ആൾക്കാർ നമുക്ക് വരില്ല.
അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അങ്ങനെ വൈകിട്ടായാലും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് വലിയൊരു ഇതെനിക്ക്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കുറേ വീഡിയോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി കുറേ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചടിച്ച് നോക്കി. അങ്ങനെയാണ് എനിക്ക് ആ വീഡിയോ കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എടുത്ത് നോക്കി, ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ. അപ്പോൾ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, ചിലപ്പോൾ 2 അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നല്ലോണം വ്യൂസും ഉണ്ട്, നല്ല വ്യൂസൊക്കെ ഉണ്ട്. അല്ലാത്ത ഞാൻ ഈ എന്താണ് ആൾ കുറവ് കണ്ടുകൊണ്ട് ഞാൻ പിന്നെയും അപ്ലോഡ് ചെയ്തതിലൊക്കെ തീരെ വ്യൂസും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം അങ്ങനെ തന്നെയാണ് യൂട്യൂബിൻ്റെ പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പുതിയ ആൾക്കാരായാലും പിന്നെ പഴയ ആൾക്കാരെന്ന് ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി. പക്ഷെ എനിക്കിതുവരെ ഇത് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ പേരോട് ചോദിച്ചു, പക്ഷെ ആരും അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാരും പറഞ്ഞു തരാത്ത വേറൊന്നും കണ്ടല്ല, ആർക്കും ഇത് അറിയില്ലാന്ന് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ ചിലവർക്ക് അറിയായിരിക്കാം, പിന്നെ ഭൂരിഭാഗം ആൾക്കാർക്ക് എന്നെ സംബന്ധിച്ചുള്ള അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറേ വലിയ ചാനൽക്കാരോടെല്ലാം ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത്, പിന്നെ നമ്മുടെ എന്താണ് ചാനലൊക്കെ നമുക്ക് സെറ്റാക്കി തരുന്ന അങ്ങനെ വർക്ക് ചെയ്യുന്ന അവരോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതിയ യൂട്യൂബിൻ്റെ ഇതാണ്, നോട്ടി ആരിലേക്ക് എത്തുന്നില്ല, അത് യൂട്യൂബ് അങ്ങനെ ചെയ്യുന്നതാണ്, അത് യൂട്യൂബിൻ്റെ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ പുതിയ ചാനലിനൊന്നും യൂട്യൂബ് ഞാൻ മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല, പിന്നെ മുമ്പേയുള്ള വലിയ ചാനലുകൾ മാത്രമാണ് ഇങ്ങനെ പോകുന്നതെന്ന്. അപ്പോൾ വലിയ ചാനൽ എടുത്ത് നോക്കുമ്പോൾ അതുൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അവർ നമ്മളെപ്പോലെ എല്ലാ ദിവസവും 10, 100, 30 അല്ല 10, 5 വീഡിയോ ഒന്നും അവർ ഇടുന്നില്ല. അവർ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ, അതിന് നല്ല വ്യൂസും ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ വീഡിയോയുടെയും ഇതിൻ്റെയൊക്കെ ലൈവിൻ്റെയൊക്കെ നോട്ടിയൊന്നും അധികം പോകാത്തത് ഇതാണ് പ്രധാന കാരണം. വേറെ പല കാരണങ്ങൾ ഉണ്ടാവായിരിക്കാം, പക്ഷേ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാനും അങ്ങനെയായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് ഇട്ട് പിന്നെ ലൈവ് കട്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പലതും നോക്കി. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒറ്റൊരു വീഡിയോ മാത്രമേ ഒരു ദിവസം ചെയ്യാറുള്ളായിരുന്നു. അന്ന് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ല വ്യൂസുകളുണ്ടായിരുന്നു. ഇപ്പോൾ പോകെ നമ്മൾ കൂടുതൽ വീഡിയോ ഇടണം, കൂടുതൽ ആൾക്കാർ വരണം എന്നുള്ള ആഗ്രഹത്തോടെ ഇടുമ്പോഴാണ് ഫുള്ള് കുറഞ്ഞ് വ്യൂസ് കുറഞ്ഞ് പോകുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്ക് മിസ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇനി ആരും നോട്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ് കരയരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ 3 വീഡിയോയുടെ നോട്ടി മാത്രമേ പോകൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, ടാറ്റാ.